നമസ്കാരം, ഞാൻ സരിത അനൂപ്. GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഗ്രി ടൂറിസത്തിന് കോതമംഗലത്ത് അനന്ത സാധ്യതകളെന്ന് വിലയിരുത്തൽ. NIT-യുടെ സഹകരണത്തോടെ കോതമംഗലത്ത് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പങ്കെടുത്തത് നിരവധി കർഷകർ. വടാട്ടുപാറ പൊയ്ക ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം സമാപനത്തിലേക്ക്. ഞായറാഴ്ച സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. കോതമംഗലത്ത് ലഹരി മാഫിയയെ അടിച്ചമർത്തണമെന്ന് SDPI. എക്സൈസ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കോതമംഗലത്ത് MDMA-യും കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. അഗ്രി ടൂറിസത്തെക്കുറിച്ച് കോതമംഗലത്ത് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൂടുതൽ വരുമാനം കണ്ടെത്താൻ കർഷകരെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം. അഗ്രി ടൂറിസം എന്ന വിഷയത്തിൽ കോഴിക്കോട് NIT-യുടെ സഹകരണത്തോടെ കോതമംഗലം റെസ്പോൺസിബിൾ ടൂറിസം ക്ലബ്ബാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോതമംഗലത്ത് അഗ്രി ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ജില്ലാ പഞ്ചായത്ത് അംഗം KK ദാനി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകർക്ക് കൂടുതൽ വരുമാനം കണ്ടെത്താൻ അഗ്രി ടൂറിസത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻകം അവരുടെ കൃഷിസ്ഥലത്ത് തന്നെ ഒരു ടൂറിസം പദ്ധതി അതെങ്ങനെയാണ് വേണ്ടതെന്ന് സാധാരണ കർഷകർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനവരെ സജ്ജമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പ്രത്യേകിച്ച് ഈ ഒരു സംവിധാനത്തോട് കൂടുതൽ താല്പര്യം എടുക്കുകയും ഇതിനു വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യ ഇൻഫ്രാസ്ട്രക്ചറെല്ലാം അവരിലുണ്ട്. അത് എങ്ങനെ അതൊന്ന് അറേഞ്ച് ചെയ്ത് അത് വരുന്ന ഗസ്റ്റുകൾക്ക് പ്രയോജനപ്പെടുത്തി കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ ഒരു സംവിധാനം, അതോടൊപ്പം ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ച മാതിരിയുള്ള പദ്ധതികൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കൂടുതലായിട്ട് ഈ പ്രദേശത്തേക്ക് ആവശ്യമുള്ളത് ഈ കർഷകർക്ക് അവരുടേതായ കൃഷിയിടങ്ങളിൽ തന്നെ ഇതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു ഉപദേശവും അതിനുള്ള അറിവും പകരുക എന്നുള്ളതാണ്. ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ SS ശ്രീജിത്ത്, അജീഷ് ബാലു, വീണ, MM ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ ജയലക്ഷ്മി ക്ലാസ് എടുത്തു. അഡ്വക്കേറ്റ് സുനിൽ സിറിയക് സ്വാഗതവും സേവ്യർ ജോസഫ് കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ് കോതമംഗലം. വടാട്ടുപാറ പൊയ്ക ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം ഞായറാഴ്ച സമാപിക്കും. ഇതോടനുബന്ധിച്ച് വിളംബര ജാഥയും സംഘടിപ്പിച്ചു. വടാട്ടുപാറ പൊയ്ക ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഒരു വർഷമായി നടന്നു വന്നിരുന്ന സുവർണ ജൂബിലി ആഘോഷമാണ് ഞായറാഴ്ച സമാപിക്കുന്നത്. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം 5-നാണ് സമാപന സമ്മേളനം. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിക്കും. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിക്കും. ജനപ്രതിനിധികളും മറ്റു പൊതുപ്രവർത്തകരും ഉൾപ്പെടെ പങ്കെടുക്കും. കലാപരിപാടികളും ഉണ്ടായിരിക്കും. ഒരു വർഷം നീണ്ടുനിന്ന ഈ സുവർണ ജൂബിലി വലിയ സഹകരണത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. 25, 26, 27 തീയതിയിൽ നടക്കുന്ന സുവർണ ജൂബിലിയിൽ വടാട്ടുപാറ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ള നിരവധി ഉന്നത രംഗത്ത് നിൽക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളും പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കം മുഴുവൻ ആളുകൾ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. 27-ാം തീയതി നടക്കുന്ന വിപുലമായ സാംസ്കാരിക സമ്മേളനത്തിൽ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതൃത്വമെല്ലാം സംഗമിക്കുമ്പോൾ വടാട്ടുപാറയുടെ ഗ്രാമോത്സവമായി സുവർണ ജൂബിലി മാറ്റപ്പെടുകയാണ്. ശനിയാഴ്ച വൈകുന്നേരം 5-ന് സുവർണ പൊയ്ക ഗ്രാമോത്സവം നടത്തുന്നുണ്ട്. മൂവാറ്റുപുഴ DYSP PM ബൈജു ഉദ്ഘാടനം ചെയ്യും. നാട്ടുകാരുടെ കലാപരിപാടികൾ ഇതോടൊപ്പം ഉണ്ടായിരിക്കും. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി വെള്ളിയാഴ്ച വിളംബര ജാഥയും നടത്തി. KM വിനോദ്, ജെയിംസ് കൊറമ്പേൽ, MK രാമചന്ദ്രൻ, ഷാജി കണ്ടത്തിൽ, VD ജയ്മോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. GTV ന്യൂസ് വടാട്ടുപാറ. SDPI കോതമംഗലത്ത് എക്സൈസ് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ലഹരി മാഫിയയെ അടിച്ചമർത്തണമെന്നതായിരുന്നു ആവശ്യം. SDPI കോതമംഗലം മണ്ഡലം കമ്മിറ്റിയാണ് എക്സൈസ് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. ബോധവൽക്കരണമല്ല, നടപടികളാണ് വേണ്ടത്. ലഹരി മാഫിയകളെ സർക്കാർ അടിച്ചമർത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം ഷാനവാസ് പുതുക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു.
നിയാസ് മക്കാർ അധ്യക്ഷത വഹിച്ചു. NS റഷീദ്, അബു കുരുമിനാംപാറ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ യുവാക്കളെയും അതുപോലെ തന്നെ കുട്ടികളെയും അടക്കം ഈ ലഹരി മാഫിയ പിടികൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ലഹരിയുടെ ഉപയോഗം സർവ്വ മേഖലകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രൊഫഷണലുകളും അതുപോലെ തന്നെ IT മേഖലകളിലെ വർക്ക് ചെയ്യുന്നവരടക്കം ഇതിന്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്നു, ഇതിന്റെ കരിയർമാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, ഇതിന്റെ ഇടനിലക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ആ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന സംഭവത്തെ തുടർന്ന് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആ സിനിമാ നടനെ നോട്ടീസ് നൽകി വിളിക്കുകയും അദ്ദേഹത്തിന് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയിട്ടുണ്ട്, ഞാൻ മാത്രമല്ല സിനിമാ മേഖലകളിലുള്ള പലരും ഈ ലഹരിയുടെ ഉപയോഗവും അതുപോലെ തന്നെ വിപണനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേവലം 2 പേരുടെ പേരുകൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് അദ്ദേഹവും അതുപോലെ തന്നെ മറ്റൊരു സിനിമാ നടനും അക്കാര്യത്തിൽ പറയുകയുണ്ടായി. GTV ന്യൂസ്, കോതമംഗലം. കറുകടത്ത് ലഹരി വസ്തുക്കളുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. പാമ്പാക്കുട ഊത്തുകുഴി ജിതിൻ ജോസാണ് പിടിയിലായത്. 1/2 ഗ്രാമോളം MDMAയും 9 ഗ്രാം കഞ്ചാവുമാണ് ഇയാളുടെ പക്കലുണ്ടായിരുന്നത്. റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ജിതിൻ കുടുങ്ങിയത്. പിന്നീട് ഇയാളെ ജാമ്യത്തിൽ വിട്ടയച്ചു. ഹരിത മിഷൻ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം ബ്ലോക്ക് തല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഹരിത കേരളം മിഷൻ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ബ്ലോക്ക് തലത്തിലുള്ള നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ ക്യൂസ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് തലത്തിലെ ക്യൂസ് മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാം. ക്യൂസ് മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ഇവരുടെ പഠനത്തോടൊപ്പം അവരുടെ സർഗാത്മകമായ വിവിധ തരത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ അറിവുകൾ സമ്പാദിക്കാൻ കഴിയും. ഈ മത്സര പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തന്നെ 10 പഞ്ചായത്തുകളിൽ നിന്നും എല്ലാ സ്കൂളുകളിലും അറിയിപ്പ് കൊടുത്തുവെങ്കിൽ പോലും വളരെ ആത്മാർത്ഥമായി ഭയമില്ലാതെ പങ്കെടുക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം പരിമിതമായിരുന്നു. എന്നിരുന്നാൽ പോലും ഒട്ടും മടിക്കാതെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കടന്നു വന്ന 7 കുട്ടികൾ ഇവിടെ ഉണ്ട്. അവരെ പ്രത്യേകം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ കഴിവുകൾ ഇത്തരത്തിൽ ഉള്ള മത്സര പരിപാടികളിലൊക്കെ പങ്കെടുത്ത് ഇത്തരത്തിലുള്ള നിരവധി സർട്ടിഫിക്കറ്റുകളൊക്കെ സമ്മാനിച്ച് നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്ന് ഈ നാടിൻ്റെ തന്നെ സംരക്ഷകരായി വന്നുകൊണ്ട് ഈ നാടിനെ അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒട്ടനവധി നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ചു. സാലി ഐബ്, നിസാമോൾ ഇസ്മായിൽ, CO അമിത, ആൽബി ജോർജ്, VS സൂര്യ, അമിത് ജയപ്രകാശ്, നീന M ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം. ഇടവേള. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി ജോഹാൻ ജ്വല്ലേഴ്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും കൂടുതൽ വിശാലമായ കളക്ഷനുകളോടെ മാറ്റത്തിന്റെ അലകൾ വീശിക്കൊണ്ട് പ്രീമിയം പ്ലാറ്റിനം വെഡിംഗ് റിങ്ങുകൾ, IGI സർട്ടിഫൈഡ് സോളിറ്ററി നാച്ചുറൽ ഡയമണ്ട്സ്, ലാബ് ഗ്രോൺ ഡയമണ്ട്സ് കളക്ഷനുകൾ, 22 കാരറ്റ് 916 സ്വർണ്ണത്തോടൊപ്പം 18 കാരറ്റ് 14 കാരറ്റ് ഗോൾഡ് ഓർണമെന്റ്സ്, 92.5 സിൽവറിലും പഞ്ചലോഹത്തിലും തീർത്ത എല്ലാ ആഭരണങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജ്വല്ലറിയായി ജോഹാൻ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ അട്ടിക്കളം സ്മാർട്ട് അങ്കണവാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് 15ാം വാർഡിലെ അങ്കണവാടി സ്മാർട്ട് അങ്കണവാടിയാക്കിയത്. ഉദ്ഘാടനം പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KECB അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൽമ പരീദ്, മിനി മനോഹരൻ, EC റോയ്, KS അനൂപ്, ഡെയ്സി ജോയ്, ശ്രീജ ബിജു, ജോഷി പൊട്ടയ്ക്കൽ, ആലി സിബി, KN സുനിൽ, സിനി, സോന ജിനിൽ, ലിസി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ലിവിയ ലാൽജി സ്വാഗതവും
ഷേർലി ഐബ് കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ് കോതമംഗലം. കോതമംഗലം അയ്യപ്പൻമുടിക്ക് സമീപത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. രാത്രിയിൽ വഴിയാത്രക്കാരാണ് പാമ്പിനെ കണ്ടത്. യലവുംപറമ്പ് അയ്യപ്പൻമുടി റോഡിലാണ് വലിയ മലമ്പാമ്പിനെ വഴിയാത്രക്കാർ ആദ്യം കണ്ടത്. പിന്നീട് സമീപത്തെ പറമ്പിലെ കുറ്റിക്കാട്ടിലേക്ക് പാമ്പ് നീങ്ങി. സ്നേക്ക് റെസ്ക്യൂവർ മാർട്ടിൻ മേക്കമാലി ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് പാമ്പിനെ കൂട്ടിലാക്കിയത്. നിരവധി നാട്ടുകാരും സ്ഥലത്തുണ്ടായിരുന്നു. പാമ്പിനെ വനപാലകർ ഏറ്റെടുത്ത് വനത്തിൽ തുറന്നുവിട്ടു. GTV ന്യൂസ് കോതമംഗലം. പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സർഗോത്സവം എന്ന പേരിലാണ് 3 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. വിവിധ മേഖലകളിൽ നിന്നുള്ള അശ്വതി അശോകൻ, ബോസ് മത്തായി, ഡോമറി ജിനോ, ജോയ്സ് മുക്കുടം, റെജീന വർക്കി, വത്സ കുര്യാക്കോസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ൊന്നും അറിയുന്നില്ല. എത്രയോ കഷ്ടമാണ് ഈ അവസ്ഥ, എത്രയോ കഷ്ടമാണ് ഈ അവസ്ഥ. പല പീസാക്കി മാറ്റി കണ്ടോ. ലഹരി ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയുടെ വ്യക്തിത്വം, ജീവിതം, ആരോഗ്യം ഒക്കെ ഇങ്ങനെ പിച്ചി ചീന്തപ്പെട്ടു പോകും. ലഹരി ഉപയോഗിച്ച ആർക്കെല്ലാം ആരോഗ്യം നന്നായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ഇനി നോക്കിയിരുന്നോ, ഞാനത് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് മടക്കാൻ പോവാണ്. നോക്കിക്കോട്ടോ, ശ്രദ്ധിച്ചോ. അപ്പോ MDMA രാസലഹരി, സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത് അത് കെമിക്കലാണ്, മനസ്സിലാക്കണം. പച്ചക്കറികൾ ഉണ്ടാക്കിയേക്കണമല്ല. ഞാൻ അത് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് വീണ്ടും അത് വിടർത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നു നോക്കിക്കൊള്ളാം. ഞാനത് പല പീസുകളാക്കി മാറ്റിയിരുന്നു. MDMA ഗ്രാമപഞ്ചായത്ത് അംഗം ലതാ ഷാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ പ്രസംഗിച്ചു. GTV ന്യൂസ് പിണ്ടിമന. കുട്ടമ്പുഴ പഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. കുട്ടമ്പുഴ പഞ്ചായത്തിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കാണ് മേശയും കസേരയും വിതരണം ചെയ്തത്. വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് ഇവ നൽകിയത്. 52 വിദ്യാർത്ഥികളായിരുന്നു ഗുണഭോക്താക്കൾ. വിതരണോദ്ഘാടനം പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ നിർവഹിച്ചു. പ്രസിഡന്റ് സൽമ പരീദ് അധ്യക്ഷത വഹിച്ചു. KACB ജോഷി പൊട്ടയ്ക്കൽ, ശ്രീജ ബിജു, ആലി സിബി, KN സുനിൽ, വിനീത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ SC/ST പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ നമുക്കറിയാം, SCക്ക് ആകെ മൊത്തം നമുക്ക് സംസ്ഥാന സർക്കാർ തരുന്ന പൈസ തുക 50 ലക്ഷമാണ് നമുക്ക് കാണാറുള്ളത്. ഈ 50 ലക്ഷത്തിൽ വകയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ പദ്ധതി നമുക്ക് വേണ്ടി നമ്മളത് പ്ലാൻ ഫണ്ടിൽ നിന്ന് കുറച്ച് ഫണ്ട് വകയിരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതികളെല്ലാം ചെലവഴിക്കുന്നത്. നമ്മളെല്ലാ വർഷവും നമ്മുടെ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങളുമായി ഭാഗമായി ലഭിക്കുന്നുണ്ട്. അത് ഭാഗവാക്കിയാക്കി മാറ്റിവെക്കുന്നതാണ് കുറച്ച് തുക. നമ്മളതുപോലെ തന്നെ ക്ഷീരമേഖലയ്ക്ക് കുറച്ച് തുക നമ്മൾ വകയിരുത്തും. അതോടൊപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ നമുക്ക് കുറച്ച് തുക വകയിരുത്തും.
ഇതിന് ഏറ്റവും ആവശ്യമായ ഘടകം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ലൈഫ് ഭവന പദ്ധതിയുമായതുകൊണ്ട് അതിലേക്കാണ് ഏറ്റവും കൂടുതൽ തുക നമ്മൾ വകയിരുത്തുന്നത്. അപ്പൊ ആ തുകയിൽ നിന്ന് കുറച്ച് ശതമാനമാണ് നമ്മൾ 1 ലക്ഷത്തി അല്ലെങ്കിൽ 2 ലക്ഷമാണ് നമുക്ക് ഇതിൽ നിന്ന് ഭാഗം മാറ്റി വെക്കാനായിട്ട് കഴിയുന്നത്. GTV ന്യൂസ് കുട്ടമ്പുഴ. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിൽ കോൺഗ്രസിന്റെ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കോതമംഗലം മുനിസിപ്പാലിറ്റി 1-ാം വാർഡിലെ കോൺഗ്രസ് കൺവെൻഷൻ കർഷക കോൺഗ്രസ് സെക്രട്ടറി PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് KK ഇട്ടിര അധ്യക്ഷത വഹിച്ചു. PR അജി, ശശി കുഞ്ഞുമോൻ, CI റോയ്, KK സുരേന്ദ്രൻ, ബിനീഷ് സെബാസ്റ്റ്യൻ, അജി അരുവറമ്പിൽ, ജെയിംസ് ചെമ്പാട്ട്, കുര്യാക്കോസ് കൊച്ചുവീട്ടിൽ, MB വർഗീസ്, NC ബേബി, ഷാജൻ മത്തായി, ഷിനോ ഏലിയാസ്, ജേക്കബ് പുത്തയം, വത്സ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം. പ്രധാന വാർത്തകൾ വീണ്ടും. അഗ്രി ടൂറിസത്തിന് കോതമംഗലത്ത് അനന്ത സാധ്യതകളെന്ന് വിലയിരുത്തൽ. NIT-യുടെ സഹകരണത്തോടെ കോതമംഗലത്ത് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പങ്കെടുത്തത് നിരവധി കർഷകർ. വടാട്ടുപാറ പൊയ്ക ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം സമാപനത്തിലേക്ക്. ഞായറാഴ്ച സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. കോതമംഗലത്ത് ലഹരി മാഫിയയെ അടിച്ചമർത്തണമെന്ന് SDPI. എക്സൈസ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കോതമംഗലത്ത് MDMA-യും കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു.